സംസ്ഥാന വിജിലൻസ് കുറ്റവിമുക്തനാക്കിയ ശേഷവും ജേക്കബ് തോമസിനെതിരെ ധനകാര്യ വകുപ്പിലെ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തുന്നതിലെ സാങ്കത്യവും ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അധികാരപരിധിയും പരിശോധിക്കാനാണ് ഡിജിപിയോട് നിയമോപദേശം തേടിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജേക്കബ് തോമസിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. IAS IPS തർക്കം ഇപ്പോഴില്ല. പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കും. സർക്കാരിന് പൂർണ്ണ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. അതേ ഇപ്പോൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. ലോ അക്കാദമി സർക്കാർ ഏറ്റെടുക്കില്ല. വി മുരളീധരൻ തുടങ്ങിവെച്ച സമരത്തെ സഹായിക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ തെല്ലും വേവലാതിയില്ല. ഏതോ കാലത്ത് CP രാമസ്വാമി അയ്യരെടുത്ത ഭൂമി അത് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെന്റിന് കഴിയുന്ന കാര്യമല്ല. ആ പരിശോധനയ്ക്ക് ഇപ്പോൾ പോന്ന പ്രശ്നമില്ല. അതാണ്. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ വീട് സന്ദർശിക്കില്ല എന്നും കുടുംബത്തിന് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന വിജിലൻസ് മേധാവി ജേക്കബ് തോമസ്. നന്മയുള്ളവരുടെ നടുവിലാണ് താൻ. 11,000-ലധികം പരാതികളാണ് വിജിലൻസ് കഴിഞ്ഞ 8 മാസത്തിനിടെ പരിശോധിച്ചത്. 655 കേസുകളും അന്വേഷിക്കുന്നുണ്ട് എന്നും ജേക്കബ് തോമസ് പറഞ്ഞു. മുഖ്യമന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നന്മയുള്ളവരുടെ നടുവിൽ നിൽക്കുകയല്ലേ, നന്മയുള്ളവരുടെ നടുവിൽ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ 655 വിജിലൻസ് കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. 11,000 പരാതികൾ വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും